ഇച്ചിരി ഇഞ്ചി ഇന്ന് വരയ്ക്കുക. ഇഞ്ചി തീയിൽ വെക്കാനാ. കുറേ ദിവസമായിട്ട് ഇഞ്ചി തീയിൽ വെക്കണമെന്ന് ഓർത്തിരിക്കും. ഇന്ന് എന്തായാലും ഇഞ്ചി കുറച്ച് ഇഞ്ചി തീയിൽ വെച്ചിട്ടോ. ഇങ്ങനെ ഇഞ്ചി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞ് നന്നായിട്ട് കഴുകി നമ്മളിത് ചൂടുവെള്ളത്തിലിട്ടതാണ്. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് കഴുകി വരിയെടുത്ത് വറക്കണം. ഞാൻ തേങ്ങ വറക്കാൻ വെച്ചതാണ്. ഇത് ഇഞ്ചി വറുത്തെടുക്കുമ്പോഴേക്കും നമുക്ക് ഒരിടപ്പിലേക്ക് തേങ്ങയും കൂടെ, ഇത് ഞാൻ അരമുറി തേങ്ങ, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുള്ളത് കൊണ്ട് ഒരു 200 ഗ്രാം 250 ഗ്രാം ഇഞ്ചി കൂടുതലില്ല. അതുകൊണ്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തേക്കുന്നത്. ഇഞ്ചി വറക്കാൻ വേണ്ടി ഇട്ടു. ഇതിന് നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കണം. നന്നായിട്ട് ഉണങ്ങണം, കരിഞ്ഞു പോകരുത്. ഇട്ടു. ഇത് നല്ല പാകമായി. ഇപ്പം ഞാൻ നമ്മളൊരു ശകലം മുളക് പൊടി ഇടണം. ഇഞ്ചിക്ക് എരിവുള്ളതുകൊണ്ട് ഒരുപാട് മുളക് പൊടി ഇടരുത്. കുറച്ച് മുളക് പൊടി. 2 ഫ്ലെയിം ഓഫാക്കി കഴിച്ചത്. കാരണം ഈ ചൂട് മതി. ഇത് മൂക്കാനുള്ള ചൂട് തേങ്ങയ്ക്കുള്ളത് കൊണ്ട് ഓഫാക്കിയിട്ടാണ് മുളക് പൊടി ഇട്ടത്. ഇത് നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ പൊടിയണം. ആ പാകത്തിന് പൊടിയാറായില്ല. ഇത് ആറ് കഴിയുമ്പോൾ നമ്മൾ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കും. ഒരുപാട് പൊടിയരുത്. ഇത് വറുത്ത് വരുമ്പോൾ ഇങ്ങനെ ഇച്ചിരി ഉള്ളൂ. പക്ഷേ ഇത് കറിയാക്കി കഴിയുമ്പോൾ ഉണ്ട്. ഈ എണ്ണയ്ക്കകത്തേക്ക് നമുക്ക് 5-6 തേങ്ങാക്കൊത്ത് വറുക്കാനിടാം. ഒരുപാട് തേങ്ങ ഇട്ടാൽ കൊള്ളില്ല. ഇടയ്ക്ക് ഓരോന്ന് കടിക്കുന്ന നല്ലതല്ലേ. കോരിയെടുക്കാം. നമ്മളുടെ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. 2 മുളക് കൂടെ മുറിച്ചിടാം നമുക്കൊരു ആഡംബരത്തിന്. മുളകിട്ടു, കറിവേപ്പില ഇട്ടു. ഇത് മൂത്തു. ലാസ്റ്റ് ഇട്ട് കടുകൊന്നുമില്ല. കടുക് ലാസ്റ്റ് ഇടുവാണെങ്കിൽ മുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് മൂപ്പിച്ചിട്ട് ഇഞ്ചി പൊടിച്ചത് ഇട്ടു. ഇഞ്ചി പൊടിച്ചത് ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇട്ടു. വെള്ളം ചേർക്കാണ്ട് അരയ്ക്കണം നന്നായിട്ട്. എന്നിട്ട് അരപ്പിട്ടു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, പുളി, വാളംപുളി. ഈ വാളംപുളി കുതിരാനിട്ടപ്പോൾ ഞാൻ ഇതിനകത്തേക്കൊരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടാണ് വെച്ചത്. ഇപ്പം നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ഇത് ഒരുപാട് തിളയ്ക്കരുത്. വറുത്തരച്ച് ഒരു കറിയും കണ്ടമാനം ഒന്നും തിളയ്ക്കരുത്. ഇപ്പോൾ ചെറിയ തിള വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. കൂട്ടി നോക്കിയ പിള്ളേരെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ ഇഞ്ചിക്കറി.